ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ഓണം സീരീസ് 2024 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറങ്ങി കറങ്ങി നമ്മൾ വീണ്ടും നമ്മുടെ കൊച്ചടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ, അതായത് ഓമല്ലൂർ സ്പെഷ്യൽ സദ്യവട്ടങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ തന്നെ കുറേ ഐറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഏകദേശം 4 എപ്പിസോഡിന് തന്നെ പറയാം, വീഡിയോസ് ഓമല്ലൂർ സദ്യയെ ബേസ് ചെയ്തിട്ടായിരുന്നു. അത് അനിൽ ബ്രദേഴ്സ് എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കേറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന അതിലെ പ്രധാനിയായിട്ടുള്ള അനിൽ കൊച്ചാട്ടിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ആ ഒരു സദ്യയുടെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പാചക നൈപുണ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ ലേണിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അദ്ദേഹം നല്ലൊരു, എന്താ പറയുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസന്റേഷനും എല്ലാം പറഞ്ഞു തരാനുള്ള മനസ്സിന്റെ ആ ഒരു നന്മയും ഒക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം ഭയങ്കരമായിട്ട്. പക്ഷേ ഇനിയുള്ള കുറച്ച് ഐറ്റംസ് കൂടി കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടി ഞാൻ അവിടെ നിൽക്കേണ്ടി വരുമായിരുന്നു. കാരണം ഞാൻ അന്ന് ഏർലി മോർണിംഗ് പോയിട്ട് രാത്രി തന്നെ തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യ രീതിയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹോൾ ഡേ നിന്ന് ജോലി ചെയ്തിട്ട് ഇനി പിറ്റേ ദിവസവും ജോലി ചെയ്യാന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പാടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, ബാക്കി കുറച്ച് ഐറ്റംസ് നമ്മുടെ കൊച്ചടുക്കളയിൽ വെച്ചിട്ട് ഞാൻ തന്നെ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഞാൻ ഫോളോ ചെയ്യുന്നതും ഇപ്പൊ ഓമല്ലൂർ സദ്യയുടെ അതേ രീതിയിലുള്ള ബാക്കി വിഭവങ്ങൾ തന്നെയാണ്. അപ്പൊ ഓമല്ലൂർ സദ്യ വട്ടം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 ഐറ്റം ചെയ്യാൻ വിചാരിച്ചു. അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാല് പൈനാപ്പിൾ പച്ചടി. അപ്പൊ ഇന്ന് തന്നെ ഞാൻ ഇന്നിപ്പോ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ ഒരു 2 ഐറ്റം ഉണ്ടാക്കണം. പിന്നെ ഡ്രസ്സ് മാറിയിട്ടൊന്ന് വീണ്ടും 2 ഐറ്റം ഉണ്ടാക്കണം. അത് നിങ്ങൾ വേറൊരു വീഡിയോയിൽ കാണും. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളും കൂടി ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം, ഇവിടെ പച്ചക്കറികളെല്ലാം ഞാനിവിടെ സെറ്റാക്കി. ഇപ്പോൾ ഓണം വന്നതുപോലെ ആയി ഇപ്പോൾ നമ്മുടെ കൊച്ചടുക്കളയിൽ. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഒന്നും ഇന്ന് ആവശ്യമില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നില്ലല്ലോ. കുറേ കാര്യം ഉണ്ടാക്കി കഴിഞ്ഞു. കൂട്ടുകറി ഉണ്ടാക്കി, സാമ്പാർ, അവിയൽ, ഇതെല്ലാം ഉണ്ടാക്കി കണ്ടു കഴിഞ്ഞു. പ്രധാനപ്പെട്ട പിന്നെ എന്താ പറയുക, അവിടുത്തെ കൂട്ടുകറി അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ അച്ചാറുകളെല്ലാം കണ്ടു. അപ്പൊ ഇന്നിപ്പോ ഞാൻ വിചാരിക്കണം പൈനാപ്പിൾ കൊണ്ടൊരു പച്ചടി എന്ന് പറയുമ്പോൾ മധുരപ്പച്ചടിയാണ്. പൈനാപ്പിൾ മധുരപ്പച്ചടി ഓമല്ലൂർ സ്റ്റൈലിൽ ചെയ്യാം. പിന്നെ വേണ്ടത് ഒരു കൂട്ടുതോരനാണ്. അതും ഓമല്ലൂർ ഇപ്പോഴും അവർ ചെയ്യുന്ന സദ്യയുടെ രീതിയിൽ തന്നെ ചെയ്യാൻ പോവാണ്. അതിനകത്ത് അതായത് തോരൻ ആവശ്യമുള്ളത് ഈ ഒരു കായാണ് കേട്ടോ. പേയങ്കാന്ന് ട്രിവാൻഡ്രത്തൊക്കെ പറയും. ഇത് ഏത്തക്കയല്ല. ചിലരൊക്കെ അവിയലിടും, പക്ഷെ എനിക്കിത് അവിയലിടുന്ന ഇഷ്ടമല്ല. ഇത് പെട്ടെന്ന് വേകും. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവുകയും ചെയ്യും. വളരെ ശ്രദ്ധിച്ചേണ്ട കാര്യമാണ്. ഇത് ഉപയോഗിച്ചിട്ട് തോരനിൽ ഉപയോഗിക്കുന്നുണ്ട് ഈ പേയങ്ക എന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് ക്യാബേജും, പിന്നെ കുറച്ച് വേവിച്ച വൻപയറും. ഇതെല്ലാം കൂടെ ഒരു മിക്സ്ഡ് തോരനാണ്. അതാണ് ഒരു കാറ്റഗറി. പച്ചടിക്ക് ശരിക്കും പറഞ്ഞാൽ പൈനാപ്പിളിനെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊന്ന് കൊത്തി അരിഞ്ഞും ചെയ്യാം, അരച്ചും ചെയ്യാം. ഇതിപ്പോൾ ഞാനൊന്ന് അരച്ചിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിന് മുന്നേ അത് കുറച്ചുകൂടി ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് 2 കാര്യങ്ങളും നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കാം, എന്നിട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് പേയങ്ക. ഓക്കെ, പേയങ്ക എന്നാണ് പറയുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്ത് പേയങ്ക എന്ന് പറയും. ഇത് വേറൊരു പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. തോട് കളഞ്ഞിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചെറുതായിട്ടിങ്ങനെ ചീകിയെടുക്കണം. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചീകിയെടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അത് വരും. വൈറ്റ് കളറാണ് അതിനകത്തെ ഫ്ലഷ് എന്ന് പറയുന്നത്. അതൊക്കെ ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇത് തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കായാണ്. പേയങ്ക എന്ന് ട്രിവാൻഡ്രം സൈഡിൽ പറയും. വേറെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അത്യാവശ്യം കറിയൊക്കെ ഉണ്ട്. വെള്ളത്തിലേക്ക് ഇടുക. ഞാൻ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തടവി കഴിഞ്ഞു. അത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഇതാ നോക്കിക്കോളൂ. ഇതും ഇങ്ങനെ തന്നെ രണ്ടാമത്തതും. പെട്ടെന്ന് കളർ മാറുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ഈ ഒരു പേയങ്കാന്ന് പറഞ്ഞ ഈ ഒരു പ്ലാൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഔട്ടർ സ്കിന്നൊക്കെ ഏതാണ്ട് മുറിച്ച് മാറ്റിയിട്ട് വേകുന്ന സമയം വളരെ കുറച്ച് സമയം മതി ഇത് വേകാൻ. കളർ നോക്കിയേ, ഇതാണ് എൻ്റെ ഒരു കളർ. ഓക്കെ, ഇതിനെ നമ്മളിനി കുഞ്ഞു ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിടാം. ഇത് ക്യാബേജും
ക്യാരറ്റും പയറും ഇത് ഈ കായും എല്ലാം കൂടിയാണ് തോരനായിട്ട് മാറാൻ പോകുന്നത്. ഈ രീതിയിൽ നിന്ന് വയ്ക്കാം. അപ്പം ഇങ്ങനെ ആദ്യം നമുക്ക് കാ മുറിച്ച് വെള്ളത്തിലിടാം. അപ്പോൾ ഈ കായ ഏതാണെന്ന് അറിയുന്നെങ്കിൽ വേറെ പേരുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ദേ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു. കായ എടുത്തു, അതായത് നമ്മുടെ പേങ്ക. ഇനി ഒരു ക്യാരറ്റ് തോട് കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മതി. ഒരു പീലർ വെച്ച് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കത്തി വെച്ച് തന്നെ സ്ക്വിഡ് കളയാം. കത്തിക്ക് മൂർച്ച ഉണ്ടെങ്കിൽ കട്ടിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യും. വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം, വെള്ളത്തിൽ കിടക്കട്ടെ. ഇനിയുള്ളത് ക്യാബേജാണ്. ക്യാബേജ് ഇത് ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇത് അരിഞ്ഞു കഴിയുമ്പോൾ ഇതൊരു കപ്പ് എല്ലാം ഓരോരോ കപ്പ് കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. ഇതെങ്ങനെ വേണമെങ്കിലും അരിയാം. നമുക്ക് ഒന്നുകിൽ കൊത്തി അരിയാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അതെ ചരിഞ്ഞാൽ മതി നീളത്തിന്. കട്ടിങ് ബോർഡിൽ വെച്ച് അരിയുന്ന താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അതാണ് വാക്കെങ്കിൽ. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ചോപ്പർ യൂസ് ചെയ്യാം, മിനി ചോപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലായാലും മതി, ചോപ്പ് ചെയ്തെടുക്കാൻ പെട്ടെന്ന്. ഇത് ഞാൻ എൻ്റെ കൈയാണ് ചോപ്പറായിട്ട് വെച്ചിരിക്കും, പക്ഷെ ഞാനൊരു ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് പക്ഷെ കയ്യിൽ വെച്ച് അരിയാൻ നല്ലൊരു പ്രാക്ടീസ് ഉള്ള ആളാണ്, അത് കാരണം പ്രശ്നമില്ല. എനിക്ക് കട്ടിങ് ബോർഡിനെക്കാട്ടിലും കംഫർട്ടബിളായിട്ട് എനിക്ക് കൈവച്ച് അരിയുന്നതാണ് ഇഷ്ടം. ഇതുപോലെ ഏകദേശം ഒരു കപ്പ് എന്നുള്ള നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കുറച്ചുകൂടെ വാടുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് എടുക്കാം, കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങളുമായിട്ടെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ, എല്ലാ കാര്യങ്ങളും. ക്യാബേജും വേണം, പക്ഷെ എന്നാലും അതൊരു ക്യാബേജ് തോരനാവാനും പാടില്ല. ടു മച്ച് ഓഫ് ക്യാബേജ് ഈസ് ഓൾസോ നോട്ട് ഗുഡ്, അത്രയും വേണ്ട. എല്ലാത്തിൻ്റെ ഒരു ബാലൻസിങ് ആണ് വേണ്ടത്. ഓക്കെ, ഇത്രയും മതി. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം ഉണ്ടാവും. ക്യാരറ്റും അതുപോലെ തന്നെ എടുക്കാം. ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ നേരത്തെ ഞാൻ ചെയ്ത പോലെ ഇങ്ങനെ ആക്കിയിട്ട് അരിഞ്ഞിടാം. കട്ടിങ് ബോർഡിലോ ചെയ്യുകയാണെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്യാം. നേരത്തെ നമ്മളിങ്ങനെ ഇങ്ങനെയല്ലേ അരിഞ്ഞത്, ഇങ്ങനെ ഓരോ ഇതായിട്ട്. അല്ലാണ്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊത്തിയിട്ട് അരിയാം. അങ്ങനെ അരിഞ്ഞാലും അത്യാവശ്യം മീഡിയം ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അപ്പോൾ പൈനാപ്പിൾ മധുര പച്ചടി. അപ്പോൾ ക്യാരറ്റ് കട്ടിങ് കഴിഞ്ഞു, കുറച്ച് കഴിക്കാനും കിട്ടി. ഇത് അത്യാവശ്യം വലിയൊരു പൈനാപ്പിൾ ആയിരുന്നു, നമുക്ക് എടുക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ടൊരു പകുതിയും ആവശ്യമുള്ളൂ. വലുതാണെങ്കിൽ. ചെറുതാണെങ്കിൽ ഒരു ഹോൾ പൈനാപ്പിൾ എടുക്കാം, ഒരു മീഡിയം ആണെങ്കിലും ഹോൾ എടുക്കാം. ഇതിപ്പോൾ വലുതാണ്, പക്ഷേ ഇതിൽ കുറച്ച് കേടുണ്ട്, ആ ഭാഗമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. എനിക്ക് പൈനാപ്പിളിൽ ഏറ്റവും ഇഷ്ടം കഴിക്കാൻ അതിൻ്റെ നടുക്കുള്ള ഭാഗമാണ്. കാണിച്ചേ, ഈ ഭാഗം ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ വലിയ പൈനാപ്പിളിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, അത് വലിയ പീസസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അരച്ചെടുക്കാനാണ് മിക്സി ഉപയോഗിച്ചിട്ട്. കുറച്ച് ഭാഗം കുറച്ച് കേട് പോലെ തോന്നുന്നു, അത് കട്ട് ചെയ്ത് മാറ്റി. മിക്സിയിൽ അരച്ചെടുക്കാനായിട്ടാകുമ്പോൾ വലിയ പീസസ് മതിയല്ലോ. കുറച്ചൊരു പ്യൂറീഡ് ആയിട്ട് എടുക്കാം, ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം.
ഏകദേശം നമ്മൾ പകുതി, വലിയ പൈനാപ്പിളിൻ്റെ പകുതി, ചെറുതാണെങ്കിൽ ഫുള്ള്. ചെറുതും ഒരു മീഡിയം വരെ ഉള്ളത് ഏകദേശം ഇത്ര എന്ന് പറയുമ്പോൾ എത്ര പറയാൻ, ഒരു കപ്പളവ് പറയാനാണ്. ഇതൊരു ബൗള് നിറച്ചെടുത്തു. കപ്പളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 3 കപ്പ് വരെ എടുക്കാം, 2.5-3 കപ്പ് അടുപ്പിച്ച്, അത്ര മതി. ഇത് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും അരിഞ്ഞു കഴിഞ്ഞ് ഏകദേശം ഒരു 4 പച്ചമുളക്, 4 മുതൽ ഒരു ചെറിയ മീഡിയം പച്ചമുളകാണെങ്കിൽ 5 വരെ ആകാം തോരന്, അല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. ഇനി ഞാൻ ഉണ്ടാക്കുമ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത്. അപ്പോൾ പയർ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്, വൻപയർ. അപ്പോൾ അതും കൂടി വേണ്ടി വരും തോരൻ വയ്ക്കാം. അപ്പോൾ ആദ്യം പക്ഷേ ഞാൻ പൈനാപ്പിൾ പച്ചടി ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ പൈനാപ്പിൾ അരിഞ്ഞ പീസസ്, ആദ്യം പച്ചടിയാണ് പൈനാപ്പിൾ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം കൂടി അരയട്ടെ. വലിയ വലിയ പീസൊന്നും കിടക്കാൻ പാടില്ല, നമ്മളത് കുറച്ച് പ്യൂറി ചെയ്തല്ലേ, കുറച്ച് ഒരു പേസ്റ്റി ആയിരിക്കണം. ആവശ്യത്തിനായി ചെറിയൊരു തരിതരിപ്പ് പോലെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ, തീപ്പെട്ടി എടുക്കുന്നു, അടുപ്പ് കത്തിക്കുന്നു. നമ്മുടെ ഉരുളിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ച് തുടങ്ങുന്നു. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന പൈനാപ്പിൾ പ്യൂറി, ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് ഒന്ന് കുറുകി വരും. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് മധുരപ്പച്ചടിയാണ്, അതുകൊണ്ട് എരിവിന് വലിയ പ്രസക്തിയില്ല. ഇപ്പൊ ട്രിവാൻഡ്രം സൈഡൊക്കെ ആയിരുന്നെങ്കിൽ മുളക് പൊടി ചേർക്കും, പക്ഷെ ഇതിപ്പോ പച്ചമുളകാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. നിർബന്ധമില്ല എന്നാ പറഞ്ഞേ, നിർബന്ധം അത് ഇച്ചിരെങ്കിലും വേണമെങ്കിലും ചേർക്കാം, ഒരു പച്ചമുളകും കൂടി ഇതിനകത്തേക്ക്. പിന്നെ പൈനാപ്പിളിന്റെ മധുരം അനുസരിച്ചിട്ടാണ്. നല്ല മധുരമാണെങ്കിൽ പിന്നെ അതിൽ വേറൊരു ഷുഗർ കണ്ടന്റ് ആവശ്യം വരില്ല, എങ്കിലും ഒരല്പം ശർക്കരയും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഒരല്പം തിള വന്നു കഴിഞ്ഞു, ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. പൈനാപ്പിൾ ഏതാണ്ട് വെന്ത് അത് കുറച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്, പച്ചമുളകും കൂട്ടത്തിൽ കിടന്ന് വേകുന്നുണ്ട്. അപ്പം ഇനി ഇച്ചിരി തേങ്ങയും കൂടി നല്ല പേസ്റ്റ് ആയിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഒരു വലിയ തേങ്ങയുടെ പകുതി, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് തേങ്ങയുടെ പകുതി. തേങ്ങയെല്ലാം ഞാൻ ചിരകി വെച്ച് കഴിഞ്ഞു, ഇത്രയും മതിയാകും. ഒരു വലിയ കപ്പ് നിറച്ചെടുത്തു. ഓക്കെ, ഇനി ഒരു മഷി പോലെ അരച്ചിട്ട് വരാം. കുറച്ച് വെള്ളം, ഓക്കെ. അപ്പോൾ ഏതാണ്ട് വെള്ളമൊക്കെ പറ്റി. അപ്പം നമ്മളിനി അതിനകത്തേക്ക് തേങ്ങ അരച്ചതും കൂടി ചേർക്കും. പേസ്റ്റ് പോലെയാണ് അരച്ചത്, മഷി പോലെ. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായാൽ മതി. ആ തേങ്ങയുടെ ഒരു പച്ചച്ചുവ മാത്രം, അത്രേ ഉള്ളൂ. ഇനി ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഏകദേശം മധുരം നോക്കിയിട്ട്, കാര്യം ഇതിൽ നമ്മളിനി ഇച്ചിരി തൈരും കൂടി ചേർക്കും, അതിനനുസരിച്ചിട്ട് മധുരം വേണം. ഇച്ചിരി കൂടെ ആകാം. ശർക്കരയോ പഞ്ചസാരയോ എന്താണെങ്കിലും കുഴപ്പമില്ല. മൂന്ന് ടേബിൾ സ്പൂൺ നിറച്ച് ശർക്കര പൊടിച്ചത് ചേർക്കും, ജാഗറി പൗഡർ. അതല്ലെങ്കിൽ നമ്മൾ ചീകി എടുക്കുകയാണെങ്കിലും ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ ആകാം. കളർ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ മഞ്ഞൾപ്പൊടി ആയാലും കുഴപ്പമില്ല. അരാന്നുള്ളത് 3/4 ടീസ്പൂൺ വരെ ആകും. കാര്യം ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി തൈര് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ ഡൈല്യൂട്ട് ആകും കളർ. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും, 1/4 ടീസ്പൂൺ. അതും കൂടി ഒന്ന് ഇതിനെ കൂടെ വന്നിട്ട് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറും. തിളപ്പിക്കുന്നില്ല, ഇത്ര മതി. ഇത് നല്ല ചൂടായി കിടക്കും. അപ്പോൾ ഇനി ചെറിയ തീയിലിട്ടിരിക്കുന്നത്, തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ശർക്കരയും ബാക്കി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എക്സ്ട്രാ ചേർത്തു, അതുമല്ല അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി തീ ഓഫ് ചെയ്യും. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കട്ടെ, ഉരുളിയിൽ തന്നെ വെച്ചേക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർക്കാം. ഏകദേശം ഒരു നോക്കിയിട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് 1-1.5 കപ്പ് തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഏറ്റവും നല്ലത്.
ചില സ്ഥലത്ത് മധുരക്കറി എന്ന് പറയുമ്പോൾ മധുരപ്പച്ചടി എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ തൈരൊന്നും ചേർക്കാറില്ല. ഇത് തന്നെയാണ്, ഇതിൽ കുറച്ചുകൂടി ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കുറച്ചുകൂടി സ്വീറ്റർ ആക്കും. തേങ്ങയും ഇത്ര കാര്യങ്ങളുള്ളൂ. തൈര് ചേർക്കാതെ ചെയ്യും. പിന്നെ അതിനകത്ത് മുന്തിരിങ്ങയൊക്കെ ചിലപ്പോൾ ഇടും. അങ്ങനെ ഇത് പക്ഷേ ഇച്ചിരി തൈരും കൂടി ചേർത്ത് വരുന്ന പച്ചടിയാണ്. ഇതിപ്പോൾ 1 കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കും. അപ്പോൾ ഏകദേശം ഒരു 1/2 ലിറ്റർ തൈരെന്ന് പറയാം. നമ്മൾ ഇഷ്ടത്തിന് എടുത്താൽ മതി. 1 കപ്പ് മുതൽ 1.5 കപ്പ്. 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 കപ്പാണ്. 2 കപ്പ് തന്നെ തികച്ച് വേണമെന്നില്ല. ഒരു 1.5 കപ്പ് എടുത്താലും മതി. അധികം പുളിയില്ലാത്ത തൈര്. ഞാനിപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഉണ്ടെന്ന് പറയാം, 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പം മധുരപ്പച്ചടി, പൈനാപ്പിൾ പച്ചടി റെഡി. റെഡി എന്ന് പറഞ്ഞാലും ഇനി ഇതിലേക്ക് താളിച്ചും കൂടി ഒഴിക്കണം. പിന്നെ മധുരം ഇപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ശർക്കര നിറച്ചിട്ടു. 4 or 5 ഇട്ടാലും കുഴപ്പമില്ല. മധുരം നോക്കിയിട്ട്, പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ടാണ് മധുരം ചേർക്കാനത്. അത്യാവശ്യം ഉപ്പുണ്ട്, എങ്കിലും ഒരല്പം കൂടി ചേർക്കണം. ഒരല്പം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണല്ലോ, കണ്ടില്ലേ? പൈനാപ്പിൾ പച്ചടി, മധുരപ്പച്ചടി റെഡി. നോക്കട്ടെ, ഇച്ചിരി ഉപ്പ് നോക്കട്ടെ. ഉപ്പും പുളിയും മധുരവും ഒക്കെ നോക്കുക. പുളിയൊക്കെ കറക്റ്റാണ്. മധുരം ആവശ്യത്തിനുണ്ട്. പൈനാപ്പിളിൻ്റെ മധുരം പ്ലസ് ശർക്കരയുടെ മധുരം എല്ലാം ഓക്കെയാണ്. ഉപ്പെല്ലാം കറക്റ്റ്. ഇനി ഞാൻ താളിച്ചിടട്ടെ. പിന്നെ താളിക്കാനുള്ള കാര്യം, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രധാനമാണ് ഓമല്ലൂർ സദ്യക്ക്. പിന്നെ വെളിച്ചെണ്ണയുടെ ഉപയോഗം കുറച്ച് കൂടുതലായിട്ട് ചേർക്കാറുമുണ്ട്. കാര്യം അത് സ്വാദ് കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ സദ്യകൾക്ക് വിശേഷ അവസരങ്ങളിലല്ലേ സദ്യയൊക്കെ ഉണ്ടാക്കാറ്. ഇപ്പോൾ ഓണമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു കല്യാണം, വിഷു, അങ്ങനെയൊക്കെ ആ ദിവസങ്ങളിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം അങ്ങനെ കാര്യമായിട്ട് ചെയ്താലും പ്രശ്നമാക്കരുത്. പക്ഷേ ഡെയിലി യൂസിന് നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ ചേർക്കില്ല സാധാരണ. അങ്ങനെയാണ് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, നല്ല ജീരകം, കടുക് 2 ടീസ്പൂൺ ചേർക്കും. കാര്യം നമ്മൾ ഇതിൽ ഉടച്ച് ചേർക്കുന്നില്ല. സാധാരണ ചിലർ പച്ചടിയിൽ കടുകൊക്കെ ഉടച്ച് ചേർക്കും, തേങ്ങയുടെ കൂടെ ഒന്ന് ചതച്ചൊക്കെ ചേർക്കില്ല. ഇതിൽ അങ്ങനെയില്ല. അത് കാരണം ധാരാളം കടുക് താളിക്കുമ്പോൾ ഇടും. 2 ടീസ്പൂൺ കടുക് നിറച്ചിടുന്നു. അതുപോലെ നല്ല ജീരകം, അതും അരച്ച് ചേർക്കുന്നില്ല. നല്ല ജീരകം വേണമെങ്കിൽ പൊടിയായിട്ട് വറുത്ത് പൊടിച്ചിടാം. പക്ഷേ താളിക്കുമ്പോൾ ഒരു 2 ടീസ്പൂൺ നിറച്ച് നല്ല ജീരകവും ചേർക്കുന്നു. വറ്റൽമുളക്, കറിവേപ്പില, ഇത്ര തന്നെയാണ്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം എന്നാണ്. എണ്ണ ചൂടായി. ഇനി ഒരു 2 ടീസ്പൂൺ നിറച്ച് കടുക്. ജീരകം നോക്കിയേ, നല്ല ജീരകം, അതും 2 ടീസ്പൂൺ നിറച്ച് ചേർക്കും. നമുക്ക് തോന്നും കൂടുതലാണ്, പക്ഷെ കൂടുതലേ അല്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി തീ ഓഫ് ചെയ്യുന്നു. നേരെ നമ്മുടെ പച്ചടി, പൈനാപ്പിൾ പച്ചടിയുടെ മുകളിലായി. ആഹാ, എന്താ മണം! ഒരു പ്രത്യേക മണവും. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ആ ജീരകവും കടുകും ഒക്കെ ആ ടേസ്റ്റ് എല്ലാം തന്നെ ആ പച്ചടിയിലേക്ക് കറക്റ്റായിട്ട് വരും. അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? ഈസിയാണ് ഉണ്ടാക്കാൻ, ടേസ്റ്റിയാണ്, ഗംഭീരമാണ് ഈ ഒരു ഓമല്ലൂർ പൈനാപ്പിൾ പച്ചടി. അപ്പം ഇത് കൊച്ചായിട്ട് അരിഞ്ഞ് ചേർത്തും ചെയ്യാം. പക്ഷെ അരിഞ്ഞ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പമല്ലേ മിക്സിയിലിട്ട് അടിച്ച് ചെയ്യുമ്പോൾ? എന്ത് ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാമല്ലോ. ഇത് ഏകദേശം ഒരു 20-25 പേർക്ക് വേണമെങ്കിൽ വിളമ്പാം. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു പൈനാപ്പിൾ ആണെങ്കിൽ ഒരു ചെറുത് അല്ല മീഡിയം സൈസ്. ഇതിപ്പോൾ വലിയൊരു പൈനാപ്പിൾ ആയിരുന്നു, അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തുള്ളൂ. എൻ്റെ സ്കിന്നും അതൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 300-350 ഗ്രാം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇലയിൽ വെച്ചാൽ ഇലയിൽ അവിടെ ഇരിക്കണം, അതാണ് ഒരു കണക്ക്. അങ്ങനെ ഇരുന്നോളും, കുഴപ്പമില്ല. ഇത് നോക്കിയേ, വിളമ്പിയാൽ അതവിടെ ഇരിക്കും. ഇനി ഒരു ഫൈനൽ റൗണ്ട് ഓഫ് ടേസ്റ്റിംഗ്. എനിക്ക് ഓമല്ലൂർ സദ്യ എത്ര ടേസ്റ്റ് ചെയ്താലും മതിയാവില്ല. ടേസ്റ്റി. ആക്ച്വലി പറഞ്ഞാൽ ഒരുപാട് പേര് പല സംശയങ്ങളും ചോദിക്കും. ഇത് അതിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇത് കുറഞ്ഞു പോയല്ലോ. പക്ഷെ ഓരോ
ജില്ലയിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും അതിൻ്റെതായ വ്യത്യസ്തമായിട്ടാണ് സദ്യാവട്ടങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കോട്ടയം ജില്ലയിൽ പോയി കഴിഞ്ഞാൽ കാണുന്നതല്ല ഇപ്പോൾ നമ്മൾ ഓമല്ലൂർ എന്നാൽ കഴിക്കാൻ കിട്ടുന്നത്. ഇപ്പോൾ കണ്ണൂർ സൈഡിൽ പോയാലോ അല്ലെങ്കിൽ തൃശ്ശൂർ പോയാലോ എറണാകുളം പോയാലോ തിരുവനന്തപുരത്ത് വന്നാലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. മനസ്സിലായില്ലേ? ചിലത്തൊക്കെ പച്ചടി എന്ന് പറഞ്ഞാൽ കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ ചതച്ചിട്ടിട്ടൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് അങ്ങനത്തെ രീതിയല്ല, വ്യത്യാസമാണ്. അപ്പോൾ ജീരകവും ആണെങ്കിലും ചതച്ചൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. പിന്നെ ചിലർ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. ഇതിലിപ്പോൾ മുളക് പൊടി ഇട്ടില്ല, ഞാൻ ഒരു പച്ചമുളക് ഇട്ടു. അതുപോലും വേണ്ടാന്നാണ് അനിൽ കൊച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാനിതെല്ലാം അവരുടെ കയ്യിൽ നിന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ ഓമല്ലൂർ സദ്യയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ ഓമല്ലൂർ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ മധുര പച്ചടി അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിൽ മധുരത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് 3, 4, 5 ടേബിൾ സ്പൂൺ ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ ഷുഗർ ആണെങ്കിൽ അത് ചേർക്കാം. മഞ്ഞൾപ്പൊടി 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, കളറും ഇതും അനുസരിച്ചിട്ട്. പിന്നെ ഇതെല്ലാം ബാക്കി കാര്യങ്ങൾ അതുപോലെ ചെയ്യാം. തൈരും 1.5 മുതൽ 2 കപ്പ് തൈര് വരെ ആകാം, 1/2 ലിറ്റർ വരെ മാക്സിമം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം, നമ്മുടെ തോരനിലേക്ക് കിടക്കാം. ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ഒരു മിക്സ്ഡ് തോരൻ തയ്യാറാക്കാം. അങ്ങനെ തോരൻ ആരംഭിക്കുന്നു. നമ്മുടെ ഉരുളി കഴുകി വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുവരുന്നു. ഓണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഫെസ്റ്റീവ് സീസൺ അല്ലേ? അപ്പോൾ അതിനിങ്ങനെ ഒരു സ്വർണ്ണ നിറത്തിലെ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഐശ്വര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാലും കുറച്ച് വ്യത്യാസമാണ്, സാധാരണയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് താളിക്കും. പല കറികളും ആദ്യം കടുക് താളിച്ചിട്ടാണ് ഓമല്ലൂർ സദ്യക്ക് ഉണ്ടാക്കുന്നത്. അവസാനം കടുക് താളിക്കുന്ന ഇപ്പോൾ നമ്മൾ ചെയ്തില്ലേ പച്ചടി പൈനാപ്പിൾ, അതൊക്കെ അവസാനം താളിച്ചു. പക്ഷെ കൂടുതലും ആദ്യമേ തന്നെ കടുക് താളിച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ ഇതിലിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ജീരകം അതൊക്കെ ഇച്ചിരി കൂടുതലാണ് ചേർക്കുന്നത്, കടുകും ജീരകവും ഒക്കെ. പിന്നെ അതിട്ട് പൊട്ടിച്ചിട്ട് പച്ചമുളക് അരിയണം, വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് ഒരു 3-4 വലിയ അല്ലി, ജീരകം 1 ടീസ്പൂൺ നിറച്ചിടും, 5 പച്ചമുളക് വട്ടത്തിന് അരിഞ്ഞു വയ്ക്കും. ഉരുളി ചൂടായി, ഇനി കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതലാണ് ഞാൻ ചേർക്കുന്നത്. കാര്യം അത് അതിൻ്റെതായ രീതിയിൽ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എണ്ണ ചൂടായി, ഇനി കടുക് ഏകദേശം ഒരു 2 ടീസ്പൂൺ കടുക്, 1.5 മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. വറ്റൽമുളക്, കറിവേപ്പില, ഇനി വെളുത്തുള്ളി ചതച്ചത്. ഇതൊരു 4 വലിയ അല്ലി വെളുത്തുള്ളി, 4 5 ആകാം, സൈസ് അനുസരിച്ചിട്ട്. പച്ചമുളക് 5 1 ടീസ്പൂൺ നല്ല ജീരകം, അതും കൂടിയിട്ട് പൊട്ടിക്കാം. നമ്മൾ ജീരകം കടുക് ഇടുന്ന കൂട്ടത്തിലിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കണം. ആദ്യമേ തേങ്ങയാണ് ചേർക്കുന്നത്, അതായത് ഒരു ചെറിയ തേങ്ങ ചിരകിയെടുത്തത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയണം, കുറച്ചൊന്ന് ഡ്രൈ ആയി വരും. എന്നിട്ടാണ് വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നത്. തേങ്ങ പ്രത്യേകിച്ച് ചതച്ചൊന്നുമല്ല കേട്ടോ ചേർത്തത്, അങ്ങനെ തന്നെ ചിരകിയെടുത്താണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് നിറച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ തേങ്ങ എന്ന് പറയാം, ഒരു മീഡിയം സൈസ്, 2-2.5 കപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ അതിലെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വലിയണം. മുരിഞ്ഞ കളറൊന്നും മാറണ്ട, ആ ഒരു സ്റ്റേജ്. ഇനി ഇതിലേക്കാണ് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് നോക്കിക്കോളൂ. ഇതിൽ ജീരകമുണ്ട്, വെളുത്തുള്ളി ഉണ്ട്, കടുകുണ്ട്, എല്ലാത്തിൻ്റെ സ്വാദുണ്ട്, പച്ചമുളകെല്ലാം ആ എരിവൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്, ഡ്രൈ ആയി തുടങ്ങി. ഇനി ഇതിലേക്ക് ക്യാബേജ്, 1 കപ്പ് ക്യാബേജ്, പിന്നെ ഓരോന്നോരോന്നായിട്ട് ചേർക്കാം. ക്യാരറ്റ് 1 കപ്പ്. വെജിറ്റബിൾസ് ഒക്കെ വെന്തൊന്ന് അമങ്ങും, അന്നേരം ഇത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കുറയും. ചക്ക ഏത്തക്കയല്ല, അതുകൊണ്ട് ഈ വേഗ് കറക്റ്റ് ആയിരിക്കും. ഇത് വേകുമ്പോൾ ഈ കായും വേകും, ബാക്കി കാര്യങ്ങളുടെ ഒപ്പം. ഇതും 1 കപ്പ് തന്നെ, 2 എടുത്തിരുന്നു. ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഈ 3 കാര്യങ്ങളും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടിയാണ്. ഇനി ഇച്ചിരി ഉപ്പ്. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും, കാണുമ്പോൾ തന്നെ അറിയാമെന്ന് പറയില്ലേ.
അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോഴേ അറിയാം. സംഭവങ്ങളെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി പാത്രം ഒന്ന് അടച്ച് ചെറിയ തീയിലിട്ടിട്ട് ആവി കയറ്റണം. അപ്പം ഇതെല്ലാം വേകുന്നവരെ തീ കുറയ്ക്കാം, അടച്ചിടാം. ഇനി പാത്രം അടയ്ക്കണം. ചെറിയ തീയിലിട്ടിരിക്കുന്നു. ഒന്ന് നന്നായിട്ട് ആവി കയറട്ടെ. അപ്പോൾ ഇതെല്ലാം വേകും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി തോരൻ പാകത്തിനാക്കി എടുക്കുക. ഉപ്പ് നോക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മിനിറ്റിലും ചേർക്കുക. പെട്ടെന്നാകും. കണ്ടില്ലേ തോരൻ? എന്ത് ഡിഫറെൻ്റ് അല്ലേ? ഇതാണ് ഓമല്ലൂർ തോരൻ. ഇപ്പം ഏതാണ്ട് സമയമാകുന്നു. നോക്കട്ടെ. നന്നായിട്ട് ആവിയെല്ലാം കയറി ഒരു 7 to 8 minutes ആയിട്ടുണ്ടാവും. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. എണ്ണ നിറച്ച് എടുത്തിട്ട് വഴറ്റി ഇങ്ങനെ താളിച്ച് ചെയ്യുകയാണെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കേണ്ടി വരില്ല. കാര്യം ഉപ്പിട്ട് കഴിയുമ്പോൾ വെജിറ്റബിൾസിലെ വെള്ളമൊക്കെ ഇറങ്ങും. അത് മതിയാകും. അതിൽ ആ ഒരു ആവിയിൽ തന്നെ വെന്താൽ മതി. ആ ഈ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കായ എന്ന് പറയുന്നത് ഈ പേയങ്ക എന്ന് പറഞ്ഞ കായ പെട്ടെന്ന് വേകും. അത് ഓവർ കുക്കായി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടിയുണ്ട്. അത് വേവിച്ച് വെച്ച കാര്യമായതുകൊണ്ടാണ് ലാസ്റ്റ്. വൻപയർ വേവിച്ചത് 1 കപ്പ്. അതും 1 കപ്പ്. അത് ഓൾറെഡി കുക്കാണ്. ലാസ്റ്റ് പാർട്ടിൽ വരുമ്പോൾ ചേർത്താൽ പക്ഷെ ഇച്ചിരി ഉപ്പും കൂടി നമുക്ക് വേണ്ടി വരും. ഒരു മണമെന്നറിയോ? ഈ തോരന് തന്നെ എന്താ മണം! കാണുമ്പോൾ തന്നെ അറിയാം. ടേസ്റ്റി. തീ കൂട്ടി കൊടുക്കാം. ഞാൻ ചെറിയ തീയിലിട്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടിട്ട് സോർട്ട് ചെയ്തെടുക്കും. തിരിച്ചു മറിച്ചു ഇങ്ങനെ ഇളക്കിയാൽ മതി. തുറന്ന് കിടക്കട്ടെ. ഫുൾ ഫ്ലെയിമിൽ ഇങ്ങനെ. ഞാൻ ഉപ്പ് നോക്കുകയോ? കറക്റ്റ്, എല്ലാം പാകം. ഉപ്പും എരിവും പെർഫെക്റ്റ്. അങ്ങനെ ഒരു കൂട്ട് തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഓമല്ലൂർ സ്റ്റൈൽ, ഓമല്ലൂർ സദ്യ തോരൻ. ഇത് ടേസ്റ്റാകും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഭയങ്കര ടേസ്റ്റാകും. എല്ലാ കാര്യത്തിനും അല്ല. എൻ്റെ അമ്മയുടെ നാടാണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് പറയാമെന്ന് തോന്നുന്നത്. ഓമല്ലൂർ സദ്യ കഴിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അതങ്ങനെയാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരു സ്വാദം ഉണ്ടാവുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, അതിനപ്പുറത്തേക്കുണ്ട്. ഇതിൻ്റെ ഒരു കണക്ക്, പ്രൊപ്പോർഷൻ എല്ലാം. വെളിച്ചെണ്ണ കറക്റ്റാണ്. നല്ല ടേസ്റ്റ് തരുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ തനതായ രുചിയാണ് മലയാളിയുടെ, കേരളത്തിൽ. യെസ്, കഴിഞ്ഞു, മതി. സോ ഓമല്ലൂർ സദ്യ തോരൻ ഇസ് റെഡി. തീ ഓഫ് ചെയ്യുന്നു. ഇനി ഉരുളിയിൽ തന്നെ ഇരിക്കട്ടെ. ഇതിലിരുന്ന് ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ട് ഇരുന്ന് അതിൽ കിടന്നിട്ടിങ്ങനെ മുരിഞ്ഞ് റെഡി ആയിട്ടിരിക്കും. യെസ്, കണ്ടാൽ തന്നെ എന്ത് രസമാണ്. എനിക്കൊരു പക്ഷേ ട്രിവാൻഡ്രം തോരനെക്കാട്ടിലും ഇതാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സദ്യ തോരനെക്കാട്ടിലും ദിസ് ഇസ് മച്ച് ബെറ്റർ. ടേസ്റ്റ് നോക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ജോലി. എത്ര പ്രാവശ്യം നോക്കുന്ന അറിയാമോ? അതിൻ്റെ സ്വാദ് കൊണ്ടാണ് വീണ്ടും നോക്കുന്നത്. സാധാരണഗതിയിൽ എനിക്ക് ഈ കായ ഇഷ്ടമല്ല. അവിയലിലൊക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് ചിലരൊക്കെ ഇടും, പക്ഷെ ഞാൻ ഇടില്ല. ഞാൻ പച്ചയത്തൊക്കെ ഇടുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല ഇത്. പക്ഷേ ബജിക്കൊക്കെ ഉപയോഗിക്കുന്ന കായ കേട്ടോ, പേയങ്ക എന്ന് പറഞ്ഞിട്ട് ബജിക്കായാണ്. പക്ഷെ ഇതിനകത്ത് ഇടുമ്പോൾ ഈ തോരനില്ല, അത് അറിയുന്നേ ഇല്ല അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്നും. എന്താ ടേസ്റ്റ് അറിയാം എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ. അടിപൊളി അല്ല. അങ്ങനെ അനിൽ ബ്രദേഴ്സ് എന്ന് പറയുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിൻ്റെ, അനിൽ കൊച്ചാട്ടൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഇതെല്ലാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചടുക്കളയിൽ നിന്നും കാണിച്ചു തരുന്നു. ഓമല്ലൂരിൽ വെച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു, ഇവിടെ വെച്ചിട്ട് വീണ്ടും ബാക്കി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷിക്കേണ്ട 2 കാര്യമാണ് ഈ തോരനും അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ മധുര പച്ചടി. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കട്ടെ. താങ്ക് യു സോ മച്ച്. തീർന്നിട്ടില്ല നമ്മുടെ ഓണം സീരീസ്. ഇനി അടുത്ത 2 കാര്യം കൂടിയുണ്ട്. അതായത് രസം ഇമ്പോർട്ടൻ്റ് ആണ്, അതും വ്യത്യാസമാണ്. രസമുണ്ട്, പിന്നെ അതുപോലെ പുളിശ്ശേരി ഉണ്ട്. ഈ 2 കാര്യങ്ങളും കൂടി ഉണ്ട്. പിന്നെ നമുക്ക് പായസം ഇല്ലേ, അതും വേണ്ടേ? ഓക്കെ, അതും ആകാം. അപ്പോൾ ഇനിയുള്ള വീഡിയോസും മുടങ്ങാതെ കാണുക. നിങ്ങൾക്കതെല്ലാം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഓമല്ലൂർ സദ്യ ആക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്രാവശ്യം നിങ്ങൾക്കത് അസൗകര്യമാണെങ്കിൽ ഇഷ്ടമുള്ള സെലക്ഷൻ നടത്തുക ഇതിൽ നിന്നും, എന്നിട്ട് അതെല്ലാം വെച്ചിട്ട് ചെയ്യാം.
ഓക്കെ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഓണസമയം കഴിഞ്ഞിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചത്. ഞാനൊരു ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ നേരത്തെ. അതായത് ഒരു ലേഡീസ് ഒൺലി ട്രിപ്പ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവാണ്. ഞാൻ പോകുന്നു. എന്നോടൊപ്പം യാത്ര ചെയ്യാം, എന്നോടൊപ്പം വരാൻ പറ്റും ആ ഒരു ട്രാവലിൽ. അപ്പോൾ അതിനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത ഓൺഗോയിങ് ആണ്. ഒക്ടോബർ 21 മുതൽ 25 വരെയാണ് ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള മനോഹരമായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു. എന്നോടൊപ്പം 40 സ്ത്രീകൾക്ക് മാത്രമേ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഈസ്റ്റ് വിങ് ട്രാവൽസിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അവരാണത് ഓർഗനൈസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഭാഗമായിട്ട് ആസ് പാർട്ട് ഓഫ് ദി പ്രോഗ്രാം ഞാനും കൂടി പോകുന്നു. അപ്പോൾ എനിക്ക് സ്ഥലം ഉസ്ബെക്കിസ്ഥാനും കാണാം, പിന്നെ ഒരു 40 ലേഡീസിൻ്റെ കമ്പനിയോട് കൂടിയാണ് പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റും, ബുക്ക് ചെയ്യാനും ഒക്കെ പറ്റും. ഞാൻ ഇതിൻ്റെ കൂടുതൽ ഐറ്റിനറി ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് വേറൊരു വീഡിയോയിൽ, അത് എക്സ്ക്ലൂസീവ് ഈ ഓണ സീരീസ് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോയിൽ വന്നിട്ട് അതെല്ലാം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് and keep on watching Lashmi Nair Vlogs. Love you all.